സാറേ, കലാലയ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒട്ടനവധി നേതാക്കൾ ഇടത് വലത് BJP എല്ലാ മുന്നണിയിലുമുണ്ട്, മന്ത്രിമാരായി നേതാക്കളെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. പല വിദ്യാർത്ഥികൾക്കും ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തോട് താല്പര്യവും നഷ്ടപ്പെട്ടു. പക്ഷേ എന്നിട്ടും SFIക്ക്, KSUവിന്, ABVPക്കൊക്കെ നിരവധി കേസുകളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ കേസ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല അക്രമ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനം? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം എന്ന് പറഞ്ഞൊരു ഹർജി കേരള ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരള ഹൈക്കോടതി അഭിപ്രായപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് കാരണം ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം കലാലയത്തിൽ നിരോധിക്കാൻ കഴിയില്ല എന്ന് വാക്കാൽ അഭിപ്രായപ്പെട്ടതായിട്ട് പത്രത്തിൽ കണ്ടു, ന്യൂസ് മീഡിയയിൽ കണ്ടതാണ്. ശരിയാണോ എന്നറിയില്ല. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിന് ചില കൗണ്ടർ ഇൻസ്റ്റൻസുകളുണ്ട്. ലോകത്തിലെ ലോകപ്രസിദ്ധമായ ഏറ്റവും വലിയ സർവകലാശാലകളിലും കോളേജുകളിലും രാഷ്ട്രീയ പ്രവർത്തനമില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള അമേരിക്കയിൽ ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ല. റിപ്പബ്ലിക്കൻ കക്ഷിയുടെയും ഡെമോക്രാറ്റിക് കക്ഷിയുടെയും ഏറ്റുമുട്ടൽ അവിടുത്തെ ക്യാമ്പസുകളിലില്ല. ജനാധിപത്യം കൊടികുത്തി വാഴുന്നു എന്ന് ഇവിടെ പലരും വിശ്വസിക്കുന്ന, ഞാൻ അങ്ങനെ വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ അവിടെയും കലാലയ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധവും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളതുമായ വിദ്യാലയങ്ങളിലും ഈ യൂണിവേഴ്സിറ്റികളിലൊന്നും കലാലയ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ കോടതി അങ്ങനെ അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സിനുജിക്ക് ഒരു കാര്യം അറിയാമോ? 277 ക്രിമിനൽ കേസുകളാണ് SFIക്കെതിരെ ഈ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 277 വലിയ സംഖ്യയാണ് സാർ, വലിയ സംഖ്യയാണ്. പക്ഷേ SFIക്ക് അത്രയും വന്നപ്പോൾ KSU ഒട്ടും പിന്നിലല്ല. അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് 112 കേസുകൾ ഉണ്ട് അവർക്കെതിരെ. ABVPക്കെതിരെ 36 കേസുകൾ ഉണ്ട്. ബാക്കി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ ശേഷിക്കനുസരിച്ചുള്ള കേസുകളുണ്ട്. ഇതെല്ലാം ഏതൊക്കെയാണ് വകുപ്പുകളെന്നറിയാമോ? കൊലപാതകം, പിന്നെ മാരകമായി പരിക്കേൽപ്പിക്കൽ, അറ്റംപ്റ്റ് ഓൺ ലൈഫ്, വധശ്രമം, കൊള്ള, ലൂട്ടിംഗ്, പൊതുമുതൽ നശിപ്പിക്കൽ, വ്യാജരേഖ ചമക്കൽ, പിന്നെ ഫ്രോഡുലൻ്റ് എന്ന് വെച്ചാൽ ഈ തട്ടിപ്പ് നടത്തൽ. വിദ്യാർത്ഥികളത് ഇത്തരം കുറ്റാരോപണത്തിൻ്റെ പേരിലാണ് ഈ കേസുകൾ വന്നിരിക്കുന്നത്. അതിനകത്ത് കക്ഷി വ്യത്യാസമില്ലാതെ വന്നിരിക്കുന്ന കേസുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ജനാധിപത്യം പഠിപ്പിക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണം എന്ന് കോടതി അഭിപ്രായപ്പെടുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടി കോടതി ഒന്ന് പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടി പരിഗണിക്കേണ്ടതാണല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് അവർ അവകാശപ്പെടുകയും വിപ്ലവം വരുത്തുന്നതിന് വേണ്ടി തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് അഹങ്കരിക്കുകയും ബൊളീവിയൻ കാടുകളിലൂടെ ചെഗുവേര നടന്നതിനെ അനുകരിക്കുകയും ചെയ്യുന്ന മാരായസ് കോളേജിൽ നടക്കുന്ന സമയത്ത് അവർ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത് ബൊളീവിയൻ കാടുകളിലൂടെ ചെഗുവേര എങ്ങനെ നടന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അനുകരിക്കുകയും ചെയ്യുന്ന SFIക്ക് ഇത്രയേറെ ക്രിമിനൽ കേസുകളാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ഒരു ജനാധിപത്യ മാർഗം പഠിക്കുന്നതിൻ്റെ രീതിയാകുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പഠിക്കേണ്ട കോളേജുകളിലും സർവകലാശാലകളിലും പഠനത്തിന് പകരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള മാർഗം എന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക? കാരണം എല്ലാവരും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. നമ്മൾ കോളേജുകളിലും വിദ്യാലയങ്ങളിലും കുട്ടികളെ വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ
ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പല രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ നമുക്ക് ആവശ്യമുണ്ട്, മിടുക്കന്മാരെ ആവശ്യമുണ്ട്. അതിൽ ശാസ്ത്രജ്ഞന്മാർ വേണം, ടെക്നോക്രാറ്റുകൾ വേണം, ലോയേഴ്സ് വേണം, പ്രൊഫസേഴ്സ് വേണം, എൻജിനീയേഴ്സ് വേണം, ടെക്നീഷ്യൻസ് വേണം. ഇങ്ങനെ ഒരുപാട് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വേണ്ടേ? ആ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റുമോ? അവരങ്ങനെ ഇടപെടേണ്ട കാര്യമുണ്ടോ? ആലോചിക്കേണ്ടതല്ലേ? ഈ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ വികസനത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമാണല്ലോ. അതെ. അല്ലാതെ ഒരു പരമാവധി ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളിൽ 100,000 പേരിൽ കൂടുതലുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ ഇതിൽ പ്രവർത്തിച്ചിട്ട് ഏതെങ്കിലും പദവികളിലെത്താൻ കഴിയും. അതിൽ കൂടുതൽ പറ്റില്ലല്ലോ. MP ആയാലും MLA ആയാലും ഒക്കെ. അതെ. അതിന് MPയും MLAയും ഒക്കെ ആകാൻ തീരുമാനിക്കുന്നവൻ ഈ രാഷ്ട്രീയത്തിൽ, ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോയി ഒരു കാര്യവും പഠിക്കാതെ അതുമാത്രം പഠിക്കുകയും ആയുഷ്കാലം മുഴുവൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോയിട്ട് അവൻ വരണമെന്നുണ്ടോ? അതോ ഓരോ പ്രൊഫഷണൽ മിടുക്കരായിട്ടുള്ളവർ രാഷ്ട്രീയത്തിലും വരുന്നതാണോ അഭികാമ്യം എന്നുകൂടി ആലോചിക്കേണ്ടതില്ലേ? അതെ. പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സാർ, ചർച്ചയാകുന്ന വേറൊരു വിഷയം പറയട്ടെ. ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ആകർഷകരായ കുറേ ആളുകൾ അവർ PG വരെ കഴിഞ്ഞ് ചിലർ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു പോകുന്നു. പക്ഷേ ഒരു കോളേജിലൊരു അവസരം വരുമ്പോൾ, ഒരു ജോലിക്കൊരു അവസരം വരുമ്പോൾ ഇവർ വ്യാജരേഖകൾ ഉൾപ്പെടെ ചമച്ച് അവർ തന്നെ തട്ടിയെടുക്കുന്നില്ലേ? ഇവർ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർക്ക് അർഹമായ പല ഗ്രേഡുകളും കിട്ടി. ഇപ്പം SFIയുടെ തന്നെ ഒരു സംസ്ഥാന നേതാവിനെ മഹാരാജാസിൽ നിന്ന് പുറത്താക്കി. അതേ സംസ്ഥാന നേതാവ് തന്നെ ജയിക്കാത്ത വിഷയം പാസ്സായി എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന കുറച്ച് ട്രേഡ് യൂണിയനിൽ മീൻസ് അധ്യാപക സംഘടനയിൽ ഉൾപ്പെട്ടവരുടെ അല്ല. അധ്യാപക സംഘടനകളുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ മഹാ കഷ്ടമാണ്. കാരണം അധ്യാപകൻ അടിസ്ഥാനപരമായിട്ട് അധ്യാപകനായിരിക്കണം. അതെ. പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രേഡും മാർക്കും കൊടുക്കൽ അധ്യാപകൻ്റെ പണിയല്ല. ഈ കേരളത്തിലുള്ള മുഴുവൻ അധ്യാപക സംഘടനാ നേതാക്കളും ഒരു സൈഡിൽ നിന്ന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പറഞ്ഞാലും ക്ലാസ്സിൽ വരികയോ പഠിക്കുകയോ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് ഹാജരും മാർക്കും കൊടുക്കൽ അധ്യാപകൻ്റെ ജോലിയല്ല എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഇങ്ങനെ കൊള്ളരുതാത്ത വിദ്യാർത്ഥികൾ, അവരെ കൊള്ളരുതാത്തവരെന്ന് തന്നെ പറയേണ്ടി വരും. കൊള്ളരുതാത്ത വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ച് നിലനിർത്തുന്നതിൽ അധ്യാപക രാഷ്ട്രീയക്കാർ വഹിക്കുന്ന പങ്ക് ചെറുതേയല്ല. അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ അവർക്കും ഇതിൽ പല കാര്യങ്ങളിലും ബെനിഫിറ്റ് കിട്ടണം. ഇവരെ സഹായിച്ചുകൊണ്ട് ആ ബെനിഫിറ്റ് എനിക്ക് കിട്ടും അല്ലേ? കാരണം ഇവരാണ് പിന്നീട് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മാരേജ് കോളേജിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പലരും മന്ത്രിയായിട്ട്, ശരിയാണ്, വയലാർ രവിയുണ്ട്, AK ആൻ്റണി ഉണ്ട്, വൈക്കം വിശ്വനുണ്ട്, പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് തോമസ് ഐസക്ക് വരെയുള്ളവർ വന്നിട്ടുണ്ട്. എത്ര പേരുണ്ട് അതിൽ? രാഷ്ട്രീയത്തിൽ പോയിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പദവികൾ കിട്ടിയ എത്ര പേരുണ്ട്? അവിടെ മൊത്തം പഠിച്ചു പോയ വിദ്യാർത്ഥികളിൽ 0.25% പേര് പോലും ഇതിൻ്റെ പേരിൽ വരുന്നില്ല. ഈ 0.25% പേരെ പോറ്റി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ 99.75% പേരുടെയും വിദ്യാർത്ഥി ജീവിതത്തെ ബലി കൊടുക്കുന്നത്? ആലോചിക്കേണ്ടതല്ലേ? കേരളത്തിൽ വേറൊരു ചരിത്രവും കൂടിയുണ്ട്. എന്താണ് ദബറെ എന്ന് പറയുന്ന ഫ്രഞ്ച് വിദ്യാർത്ഥി നേതാവ്. ഇപ്പോൾ അയാളെക്കുറിച്ച് ആരും പറയാറില്ല. 60, 65, 70-ൻ്റെയൊക്കെ തുടക്കത്തിൽ ഇയാൾ വലിയൊരു കക്ഷിയായിരുന്നു. അവിടെ ഫ്രാൻസിൽ അയാളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ വിദ്യാർത്ഥികൾക്ക് കലാലയത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിത്തവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലും അത് നടപ്പിലാക്കണം എന്ന് പുരോഗമനവാദികളായ നവ കേരള സൃഷ്ടാക്കളായ അന്നത്തെ മാധ്യമ ശൃംഖങ്ങൾ എഴുതി പ്രക്ഷോഭം നടത്തി. അതിൻ്റെ പേരിൽ ആദ്യമായിട്ട് ഒരാളെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുത്തു. അയാൾ പിടിക്കപ്പെട്ടത് വ്യാജ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ്. KSU നേതാവാണ്, പിന്നീട് കോൺഗ്രസ് നേതാവായി. അദ്ദേഹം ഇപ്പോഴും വലിയ പദവിയിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ്.
എൻ്റെ സ്നേഹിതനുമാണ്. അതുകൊണ്ട് ഞാൻ പേര് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് അദ്ദേഹത്തോട് ആദരവ് തോന്നിയ ഒരേ ഒരു സന്ദർഭം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതിൻ്റെ പേരിൽ നടപടിയെടുത്ത ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, MP മന്മഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പലിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി യൂണിവേഴ്സിറ്റി തീരുമാനമെടുത്തപ്പോൾ പ്രിൻസിപ്പൽ പദവി രാജിവെച്ച് പുറത്തു പോയ ആളാണ് MP മന്മഥൻ മാഷ്. ആളുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടെ എന്നൊരു പറയുന്നതാണ്. അങ്ങനെ ചില അധ്യാപകരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ MP മന്മഥൻ മാഷ്ക്ക് അദ്ദേഹം ഈ പറഞ്ഞ വിദ്യാർത്ഥി ഒരു അവാർഡ് കൊടുത്തു. ആ അവാർഡ് സമർപ്പണം നടന്നത് എറണാകുളത്തെ ഭാരതീയ വിദ്യാഭവൻ്റെ ഹാളിൽ വച്ചായിരുന്നു. ഞാനിന്ന് മാരേജ് കോളേജിലുണ്ട്. ഞാനിത് ഈ പരിപാടി കേൾക്കാൻ വേണ്ടി പോയിരുന്നു. അന്ന് അദ്ദേഹം ഈ വിദ്യാർത്ഥി പരസ്യമായിട്ട് തൻ്റെ കുറ്റം അവിടെ സമ്മതിച്ച് സംസാരിച്ചു. ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ജീവിതത്തിൽ ആദ്യമായി ബഹുമാനം തോന്നി എന്നും പറഞ്ഞു. ഞാൻ പറയുന്നത്, അതിനുശേഷം ഈ സിൻഡിക്കേറ്റിലും മറ്റ് ഭരണ രംഗങ്ങളിലേക്കും വന്നിരിക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ത് ചെയ്തു എന്ന ചോദ്യമില്ലേ? അതിനെന്താ ഉത്തരവുള്ളത്? എന്ത് ഉത്തരമാണുള്ളത്? ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവർ ചെയ്തത് മുഴുവനും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് ഇവരൊക്കെ വ്യാപരിച്ചത്. 500ഓളം വരുന്ന ക്രിമിനൽ കേസുകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ പ്രതികളാക്കപ്പെട്ട് വിവിധ കോടതികളിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അത്രയും വിദ്യാർത്ഥികളുടെ വിചാരണ നേരിടുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു ക്യാമ്പസ് രാഷ്ട്രീയം ജനാധിപത്യം പഠിക്കാൻ ആവശ്യമാണ് എന്ന വാദം തന്നെ അത്ര ബാലിശ്യമാണ്. ഇതൊന്നുമല്ലോ ജനാധിപത്യം. അല്ല, ജനാധിപത്യം സംവാദത്തിൻ്റെ മാർഗമാണ്, സംഹാരത്തിൻ്റേതല്ല. സംവാദമാണ് അതിൻ്റെ രീതി, സംഹാരമല്ല. പറയുന്നത് കേൾക്കാനും കേൾക്കുന്നവന് പറയാനും അവകാശമുള്ള സംവിധാനമാണ്. അതിനെ ആയുധം കൊണ്ടും ക്രിമിനൽ നടപടിക്രമങ്ങൾ കൊണ്ടും ക്രിമിനൽ രീതിയിലും നേരിടുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ക്യാമ്പസുകളെ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ ആ ക്യാമ്പസുകൾ അതിന് വിട്ടുകൊടുത്ത് ജീവിക്കുന്നതാണ് ജനാധിപത്യം പഠിക്കാൻ നല്ലത് എന്ന് കോടതിയല്ല ദൈവം പറഞ്ഞാൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നിയമമായേക്കാം, പക്ഷേ ആ നിയമം തെറ്റാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നമുക്കാകില്ല. ഈ തരത്തിലുള്ള ഒരു കോളേജ് ഭരണ അല്ലെങ്കിൽ ഒരു സംവിധാനം വേണോ എന്നുള്ള കാര്യം കൂടി റീതിങ്കിങ് ആവശ്യമില്ലേ? അതെ, ഒരു പുനരാലോചന വേണ്ടേ? നമ്മൾ ഈ രീതിയിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയം നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ടോ എന്നൊരു ഒന്നാലോചിക്കണ്ടേ? ഞാൻ അടക്കമുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നവരാണ്. പക്ഷേ ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ വ്യാജ മാർക്ക് ലിസ്റ്റ് സംഘടിപ്പിച്ച് എഴുതാത്ത പരീക്ഷയിൽ വിജയം നേടുന്നവൻ നയിക്കുന്ന പ്രസ്ഥാനമായിട്ടത് മാറി. അധികാരത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചുകൊണ്ട് ക്യാമ്പസുകളെ മഹത്താക്കും എന്ന് എഴുതുകയും പറയുകയും ചെയ്ത പഴയ നമ്മുടെ പത്രപ്രവർത്തകരുണ്ട്. അവർ ചെയ്ത തെറ്റിന് ലോകത്തോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം. എന്തായാലും അതിൻ്റെ കൂടുതൽ വാർത്തകളും വിവരങ്ങളും ഒക്കെ ഇനിയും പുറത്തു വരും. ക്യാമ്പസ് രാഷ്ട്രീയം വേണോ വേണ്ടെന്നുള്ള ചർച്ച വലുതാകും. എന്തായാലും കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.